എന്തെങ്കിലും ശബ്ദം കേട്ടായിരുന്നോ? നീ എന്തിനാ രാത്രി ഉണർന്നിരുന്നത്? അല്ല, മര്യാദയ്ക്ക് നേരത്തെ കിടന്നുറങ്ങിക്കൊള്ളണം. രാവിലെ എഴുന്നേക്കാൻ താമസിച്ചാൽ എൻ്റെ സ്വഭാവം മാറും. മനസ്സിലായോ? പിന്നീട് 3-4 ദിവസത്തേക്ക് രാത്രി ശബ്ദങ്ങളൊന്നും കേട്ടിരുന്നില്ല. ഇടയ്ക്കോരോ കഥകളും പറഞ്ഞ് ചിരിക്കുന്നതൊഴിച്ചാൽ ഗ്രാനിയുടെ പെരുമാറ്റത്തിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഒരു ദിവസം രാവിലെ ഞാൻ ഗ്രാനിയുടെ മുറിയിലും കയറി. പ്രതീക്ഷിച്ചതിലും വളരെ സാധാരണമായിരുന്നു ആ മുറി. പക്ഷേ ഗ്രാനിയുടെ രീതികളിൽ എന്തൊക്കെയോ തെറ്റിക്കിടക്കുന്ന പോലെ എനിക്ക് തോന്നി. ഗ്രാനി കഴിക്കുന്നതായോ കുളിക്കാൻ പോകുന്നതായോ എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. എപ്പോഴും ഒരേ വസ്ത്രമായിരുന്നു, ഒരു വയലറ്റ് കളർ നൈറ്റി. അതും കൊടുത്ത് ശബ്ദം ഉണ്ടാക്കാതെ പതിയെ നടക്കും. രാവിലെ അവർ പട്ടികളോടും പൂക്കളോട് സംസാരിക്കും. ഉച്ചയാകുമ്പോൾ ഭക്ഷണവും എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോകും. ഞാൻ വൈകുന്നേരം ഒന്ന് മയങ്ങി എണിക്കുമ്പോഴേക്കും അവർ അത്താഴവുമായി എനിക്ക് വേണ്ടി കാത്തിരിക്കും. പക്ഷേ എല്ലാം എന്നെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ. ഉറക്കത്തിൻ്റെ പ്രശ്നം പതിയെ വീണ്ടും വന്നു തുടങ്ങി. ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ ഉടനെ ഇറങ്ങണം എന്നായിരുന്നു എനിക്ക്. വല്ലാത്തൊരു സ്ത്രീ.